watch me. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചെറിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോഹൂക്കാണ്, റിയർ ടോഹൂക്ക്. അപ്പോൾ ഇത് നമ്മൾ ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട്, പുറയിൽ ഇങ്ങനെ ഒരു സാധനം ഇതിനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ വേറൊരു വണ്ടി കെട്ടിവലിക്കാനുള്ള ഹൂക്ക് വണ്ടിയുടെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില വണ്ടിയിൽ ഇത് കുറേ ഉള്ളിലായിരിക്കും. അപ്പോൾ കെട്ടിവലിക്കുന്ന സമയത്ത് നമ്മുടെ റിയർ ബമ്പർ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൂക്ക് ഉപയോഗിക്കുന്ന വഴി ആ കൊടുത്തിരിക്കുന്ന വണ്ടിയിലുള്ള ഹൂക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ മാതിരി നിർത്താൻ പറ്റും. ഇതുവഴി എളുപ്പം നമുക്ക് ഈ ഹൂക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ടോ ഹൂക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോ ഹൂക്കിൽ വേറെ എന്തെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററും ഈ ടോ ഹൂക്കിനെ വെച്ചാണ് നമ്മുടെ വണ്ടിയിലുള്ള ഹൂക്കിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഹോള് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ടോ ഹൂക്കിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോൾട്ട് വെച്ചാണ് നമ്മുടെ വണ്ടിയിൽ ഈ ടോ ഹൂക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 2 ബോൾട്ടും പിന്നെ 2 നട്ടും 4 വാഷറും കിട്ടും മൊത്തം സെറ്റിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടോ ഹൂക്കിൽ മെയിനായിട്ട് വരുന്ന പാർട്സ്. ഇപ്പോൾ ഇവിടെ കാണാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ടോ ഹൂക്കിൽ ചെറിയൊരു ഓൾട്രേഷൻ വരുത്തുകയാണ്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റി ബെന്നൻ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കധികം കാണാൻ പറ്റുന്നില്ല നേരെ. അപ്പോൾ ഞാൻ ആ ബെന്നൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അതിനകത്ത് ചെറിയൊരു ഓൾട്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് ഈ ടോ ഹൂക്കിൻ്റെ ബ്രാൻഡിനെ നമുക്കൊന്ന് വൈറ്റ് കളറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ബെന്നൻ എന്ന് പറയുന്ന ബ്രാൻഡ് വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്തിട്ട് ബെന്നൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ പെയിൻറ്റ് വേണ്ടാത്തത് ആ ഭാഗം മാത്രം മാസ്ക് ചെയ്യുക, വേണ്ടുന്ന ഭാഗത്ത് മാസ്ക് ചെയ്യാതെ വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഈ ടോ ഹൂക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ബെന്നൻ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് ഇപ്പോൾ വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെറിയ ഓൾട്രേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് നേരെ വണ്ടിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വണ്ടിയിൽ വരുന്ന ഹൂക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വണ്ടിയുടെ ബാക്ക് ബമ്പറിൻ്റെ അകത്തായിട്ടായിരിക്കും ഈ ടോ ഹൂക്ക് കാണുക എല്ലാ വണ്ടിയിലും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോ ഹൂക്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഹൂക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് അല്ല ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനകത്തൊരു വെൽഡിങ് ചെയ്തിട്ട് ഒരു ചെറിയൊരു മെറ്റൽ പീസ് വെച്ചിട്ട് അതിൽ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹൂക്ക് ഞാൻ ഹൂക്കിലായിട്ടല്ല സെറ്റ് ചെയ്യുന്നത്, ഹൂക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പീസ് വെച്ച് വെൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഒത്തിരി ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു വണ്ടി കെട്ടിവലിക്കുകയാണെങ്കിൽ അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പീസ് വെച്ച് അത് വെൽഡ് ചെയ്യിക്കണം. അപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ട് വണ്ടിയിൽ ഈ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് വെൽഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ തന്നെ ആ പീസിൽ തന്നെ ഞാൻ ഡയറക്റ്റ് ഹോൾ ഇട്ടിട്ട് ഈ ടോ ഹൂക്ക് ആ പീസിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം ഈ രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു പീസ് മേളിൽ വെച്ച് ബോഡിയിൽ തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ വെൽഡ് ചെയ്താണ് ഇത് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ പീസിൽ തന്നെ 2 ഹോൾ ഡ്രിൽ ചെയ്തിട്ട് ഈ ടോ ഹൂക്ക് അതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഹൂക്ക് കാണാൻ പറ്റും. അഥവാ ഒരു വണ്ടി കെട്ടിവലിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹൂക്ക് വഴി കെട്ടിവലിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഡയറക്റ്റ് ഫിറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ഒരു വെൽഡിങ് ചെയ്തിരിക്കുന്ന ഒരു പീസ് വെച്ചിട്ട്. അപ്പോൾ ഈ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൽ നമുക്ക് ഒരു വണ്ടി കെട്ടിവലിക്കാൻ സാധിക്കത്തില്ല. കെട്ടിവലിച്ച് കഴിഞ്ഞാൽ ആ വെൽഡിങ് ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ കെട്ടിവലിക്കണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഹൂക്കിൽ തന്നെ കൊടുക്കണം. പക്ഷേ ഈ ഹൂക്കിൻ്റെ ഓറിയൻറ്റേഷൻ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ടോ ഹൂക്ക് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടിയിലുള്ള ഹൂക്കിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ നോക്കുക. അത് നോക്കിയിട്ട് വേണം
ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ വിടുവാണെങ്കിൽ ചിലപ്പോൾ ഇത് റസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെൽഡിങ് ഏരിയയൊക്കെ റസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഏരിയ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് റസ്റ്റ് പിടിച്ചത് ഒടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വെച്ച ക്ലാമ്പ് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വെൽഡിങ് ഏരിയയിലും കറക്റ്റായിട്ട് കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. പിന്നെ ചില വണ്ടികളിലാണെങ്കിൽ നമുക്ക് ഹൂക്കിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഡയറക്റ്റ് ഹൂക്കിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾട്ടോയിലൊക്കെ നമുക്ക് ഹൂക്ക് ഈ രീതിയിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഹൂക്കിൽ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും see you.